ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഫ്രീ റിവിഷൻ ക്ലാസ്സിന്റെ ഹിസ്റ്ററിയുടെ 4ാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതില് നമുക്ക് ഇന്ന് 1857 റിവോൾട്ട് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ അതിന്റെ മുന്നത്തെ ഓൾറെഡി 3 ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ട് ആൻഡ് കൾച്ചർ, ആൻഷ്യന്റ് ഹിസ്റ്ററി, മെഡീവൽ ഹിസ്റ്ററി പോലത്തെ സബ്ജക്റ്റുകൾ നമ്മൾ ഓൾറെഡി ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അത് കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കാണാവുന്നതാണ്. ഓരോ സബ്ജക്ട് വൈസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, പ്ലേ ലിസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റ് ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അതാകുമ്പോൾ വീഡിയോ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പ് ഈ MP ടോക്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിസാറ്റ് പോലത്തെ ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ജോയിൻ ചെയ്യുന്നവർക്ക് പ്രത്യേകമായിട്ട് ക്ലാസ്സുകൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫ്രീ ആയിട്ടുള്ള സിസാറ്റ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ അതിൽ കാണാവുന്നതാണ്. ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ ക്ലാസ്സിന്റെ ഹിസ്റ്ററി സബ്ജക്ട്, മറ്റുള്ള സബ്ജക്റ്റുകൾ, ഇതിനൊക്കെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെയാണ്. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഇനിയുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇവരുടെ നമ്പറുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ 8590840250 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഈ പഠിക്കുന്നതൊക്കെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ആണ്. നിങ്ങൾക്ക് ഇനി പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2025 ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫൗണ്ടേഷൻ പ്ലസ് PCM ഉണ്ട്. വളരെ കുറഞ്ഞ ഫീസിൽ പഠിക്കാവുന്നതാണ്. ഫീസ് തന്നെ എന്ത് ചെയ്യാൻ ഇൻസ്റ്റാൾമെന്റ് ഒക്കെ ചെയ്യാം, പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. താല്പര്യമുള്ള ആളുകളുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാം. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ മെന്ററിംഗ്, ഡയറക്റ്റ് മെന്ററിംഗ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്, താല്പര്യമുണ്ട് തോന്നുകയാണെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ മെറ്റീരിയൽ ഒക്കെ ഈ ടെലിഗ്രാമിൽ അവൈലബിൾ ആണ് കേട്ടോ. ജോയിൻ ചെയ്യുക, അവിടുന്ന് പ്രിന്റ് എടുത്ത് വെക്കുക, ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാം. അപ്പോൾ ഓൾറെഡി നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത കഴിഞ്ഞ കാര്യങ്ങൾ ഇന്ത്യ ഡ്യൂറിംഗ് അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് നോക്കി. അതുപോലെ തന്നെ കൺസോളിഡേഷൻ ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ബ്രിട്ടീഷ് പവർ ഇൻ ഇന്ത്യ നോക്കി. പീപ്പിൾ റെസിസ്റ്റൻസ് നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് റിവോൾട്ട് ഓഫ് 1857 ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. നമുക്ക് ഇന്ന് നോക്കാം എന്തുകൊണ്ട് റിവോൾട്ട് ഉണ്ടായി. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മളിപ്പോ ഇങ്ങനെ ഈ ബ്രിട്ടീഷ് ഭരണം തുടങ്ങി ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും പല ആളുകൾക്ക് എന്ത് ചെയ്യണം, അത് പറ്റാതെ വരിക. കാരണം അവരുടെ പോളിസികൾ, റവന്യൂ പോളിസി ആവട്ടെ, മറ്റുള്ള റിലീജിയസ് പോളിസി ആവട്ടെ, പൊളിറ്റിക്കൽ പോളിസി ആവട്ടെ, ഇത് സമൂഹത്തിലുള്ള എല്ലാ വിഭാഗ ആളുകളെയും എന്ത് ചെയ്യുന്നുണ്ട്, നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യണം, അതിനെതിരെ പ്രതിഷേധിക്കുന്നതാണ് നമ്മളിത് തൊട്ട് മുന്നുള്ള ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ കാണണേ. നമുക്ക് ഇന്ന് നോക്കാനുള്ള റിവോൾട്ട് ഓഫ് 1857, 1857 കലാപം, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്ന ഇത്. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു കോഴ്സസ് ഒക്കെ നമ്മൾ എഴുതുമ്പോൾ ഒരു 4-5 കോഴ്സ് ചെയ്യുന്നതിന് പകരം അതിന്റെ പല ഡയമെൻഷനിൽ എഴുതാം. ഓക്കെ, ഇപ്പൊ ആൻസറിൽ ഒന്നുപാടെ നന്നാവും അത്. ഇപ്പൊ ഉദാഹരണം ഇപ്പൊ ഒരു എന്താണ് കാരണം എന്ന് എഴുതുമ്പോൾ എന്ത് ചെയ്യാം, പല ഡയമെൻഷനിൽ. ഉദാഹരണം ഇപ്പം 1857 റിവോൾട്ട് ഉണ്ടായി എന്നുള്ള 4 കാരണം ഒരാൾ വേണമെങ്കിൽ എന്ത് 1, 2, 3, 4 അല്ലെങ്കിൽ ഒരു 10 പോയിന്റ് എഴുതി. അതേസമയത്ത് മറ്റൊരാൾ അത് ഫസ്റ്റത്തെ ഒരു പല ഡയമെൻഷനിൽ എഴുതി. എക്കണോമിക് കാരണങ്ങൾ ഏതൊക്കെ, അത് 2 എഴുതി. സോഷ്യൽ കാരണങ്ങൾ ഏതൊക്കെ, അങ്ങനെ 2 എഴുതി. പൊളിറ്റിക്കൽ കാരണങ്ങൾ എന്തൊക്കെ, അത് 2 എഴുതി. കൾച്ചറൽ കാരണങ്ങൾ എന്തൊക്കെ, 2. ഹിസ്റ്റോറിക്കൽ കാരണം, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ 10 പോയിന്റുമായി പല ഡയമെൻഷനായി. അപ്പൊ അയാൾക്ക് ഒന്നുകൂടി മാർക്ക് കൂടും കേട്ടോ. ആ രീതിയിൽ ചിന്തിക്കണം, പോകരുത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് എന്തൊക്കെയാണ് അതിന്റെ പൊളിറ്റിക്കൽ കാരണങ്ങൾ എന്നുള്ളതാണ്. സോറി, എക്കണോമിക് കാരണങ്ങൾ. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഘടകം എനിക്ക് തോന്നുന്നു എക്കണോമിക്കൽ തന്നെയാണ്. കാരണം ബ്രിട്ടീഷുകാരുടെ പോളിസി എന്ന് പറയുന്നത് എക്കണോമിക് പോളിസി. കാരണം അവരുടെ ഉദ്ദേശം എന്താ, അവർക്ക് മാക്സിമം പ്രോഫിറ്റ്, ഒരു കമ്പനിയും കൂടിയാണുള്ളത്. എക്കണോമിക് കാരണങ്ങളിലേക്ക് വരികയാണെങ്കിൽ അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. അപ്പൊ അവരുടെ കമ്പനിയെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നാമതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രക്ഷൻ ഓഫ് ദി ട്രഡീഷണൽ ഇന്ത്യൻ എക്കോണമി. നമ്മുടെ ഇന്ത്യൻ എക്കോണമി, ഇവിടെ കോട്ടേജ് ഇൻഡസ്ട്രീസും ഒരുപാട് ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ അവർ തകർത്തു. എങ്ങനെ? ബ്രിട്ടീഷ് കമ്പനിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ പ്രാധാന്യം കൊടുത്തു. ഇവിടെയുള്ള കമ്പനി തകർന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അതൊരു കാരണം. രണ്ടാമതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ലാൻഡ് റവന്യൂ പോളിസികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ അവർ ഈടാക്കിയ ടാക്സ് എന്ന് പറയുന്നത് ഹൈ ടാക്സ് ആയിരുന്നു. അത് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥ വരുന്നുണ്ട്. പിന്നെ അവരുടെ ഇൻഡസ്ട്രിയൽ പോളിസി എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ മെർച്ചന്റ്സിനെയും ട്രേഡേഴ്സിനെയൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി ചാർട്ടർ ആക്ട് ഓഫ് 1813 ചാർട്ടർ ആക്ട് ഓഫ് 1833 ഒക്കെ. ഓക്കെ, അതൊക്കെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ആക്കി കൊടുക്കുകയാണ്. പിന്നെ അഗ്രികൾച്ചറിന്റെ തകർച്ച ഒരു കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിൻസിലി സ്റ്റേറ്റ്സ് ഇവിടെ ഒരുപാട് ബ്രിട്ടീഷുകാർ പിടിച്ചടക്കിയല്ലോ. അപ്പം ഇവിടെ മുമ്പ് ഉണ്ടായിരുന്ന ആർട്ടിഷ്യൻസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്,
പലപ്പോഴും ഒരു സപ്പോർട്ട് പറയുന്ന ഇവിടുത്തെ രാജാക്കന്മാരായിരുന്നു, അത് നഷ്ടപ്പെട്ടു. ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് പിന്നോക്കാവസ്ഥയിലേക്ക് പോയി. പിന്നെ ജമീന്ദാസിന്റെ സ്റ്റാറ്റസ് ഇവിടെ നഷ്ടപ്പെടുന്നുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എക്കണോമിക്കലി ഈ വിഭാഗങ്ങളൊക്കെ വീക്ക് ആവാൻ കാരണമായി. അതൊരു കാരണമാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് പൊളിറ്റിക്കലാണ്. പൊളിറ്റിക്കൽ എന്ന് പറയുന്നത് എന്താണ്, ഇന്റർഫിയറൻസ്. റിലീജിയസ് അഫയേഴ്സിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ പബ്ലിക്കിന്റെ റിലീജിയസ് അഫയേഴ്സിൽ ബ്രിട്ടീഷുകാർ ഒരുപാട് ഇടപെടാൻ തുടങ്ങി. സതി നിർത്തലാക്കുന്നത്, അങ്ങനത്തെ ഒരുപാട്, അതൊക്കെ മത ആചാരങ്ങളായിരുന്നു. അതിലൊക്കെ ഇടപെട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് കാരണം. പിന്നെ അതുപോലെ തന്നെ ബ്രിട്ടീഷിന്റെ പോളിസി, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് പോളിസി നമ്മൾ പറഞ്ഞിരുന്നല്ലോ. സബ്സിഡറി അലയൻസ്, സൈനിക സഹായ വ്യവസ്ഥ, പിന്നെ ഡയറക്റ്റഡ് അനക്സിയ, ഇങ്ങനെ പോളിസി എടുത്തുകൊണ്ട് ഒരുപാട് നാട്ടുരാജ്യങ്ങൾ അവർ പിടിച്ചെടുക്കും. അതൊക്കെ രാജ്യത്തെ ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാരുടെ എതിർപ്പുണ്ടാവാൻ കാരണമാവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ട്രേഡ് ആൻഡ് കൊമേഴ്സിൽ അവർ കൊണ്ടുവന്ന ഒരുപാട് അൺഫെയർ പോളിസീസ്, ഓക്കെ, ഇൻഡയറക്ട് സബോർഡിനേഷൻ പോലത്തെ കാര്യങ്ങൾ. പിന്നെ ആബ്സെന്റ് സോവറിറ്റി ഓഫ് ദി ക്യാരക്ടർ ഓഫ് ദി ബ്രിട്ടീഷ്. പിന്നെ അതുപോലെ തന്നെ മുഗൾ റൂളേഴ്സിന് പല റൈറ്റ്സും ഇവർ എന്ത് ചെയ്തില്ല, കൊടുത്തില്ല. ഇതൊക്കെ പൊളിറ്റിക്കലി അവരെടുത്ത പോളിസികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുത്തെ ജനങ്ങളെയും രാജാക്കന്മാരെയും നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. അതും ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു കലാപം ഉണ്ടാവുന്നതിന് എന്തിന് കാരണമാവുന്നുണ്ട്. ഓക്കെ, അതാണ് സോഷ്യൽ പൊളിറ്റിക്കൽ. എങ്കിൽ അടുത്തൊരു റീസൺ ആയിട്ട് പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് റീസൺ ആണ്. അഡ്മിനിസ്ട്രേറ്റീവ്, സോഷ്യോ റിലീജിയസ്, പിന്നെ ഔട്ട്സൈഡ് ഇവന്റ്സിന് ഇൻഫ്ലുവൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ സിപ്പോയിസിന്റെ ഇടയിൽ, മിലിറ്ററിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന. അപ്പൊ രണ്ടാമത് അഡ്മിനിസ്ട്രേറ്റീവ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവിൽ അവർ നേരിട്ട പ്രശ്നം എന്ന് പറയുന്നത് കറപ്ഷൻ ആയിരുന്നു. ഇപ്പൊ കറപ്ഷനും അവരുടെ എക്സ്പ്ലോയിറ്റേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. സ്വാഭാവികമാണല്ലോ, ഒരു ഭരണം അമിതമായിട്ട് കറപ്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഭരണത്തിനെതിരെ ജനങ്ങൾ പ്രതികരിക്കും. അതാണ് ഉണ്ടായത്. മറ്റൊന്ന് പറയുന്നത് സോഷ്യോ റിലീജിയസ് ആണ്. സോഷ്യോ റിലീജിയസ് എന്ന് പറയുന്നത് പിന്നെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, ഇന്ത്യൻസിനോട് ഉണ്ടായിരുന്ന റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അവർ ഇടുന്നുണ്ട്. കാരണം വൈറ്റ് മാൻ ബേർഡൻ എന്നൊക്കെ പറയുന്നുണ്ട്. ബ്രിട്ടീഷുകാരുടെ ചുമതലയാണ് ഇന്ത്യയിലെ നന്നാക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മോശക്കാരായിട്ട് കാണുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മതങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പേടിയോടെയാണ് അവർ നോക്കി കാണുന്നത്. പിന്നെ ഒരുപാട് റിഫോംസ് അവർ കൊണ്ടുവന്നു. നമ്മളെ നവീകരിക്കാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ റിലീജിയൻ ഉണ്ടായ പല മാറ്റങ്ങളും വരുത്താണ് അവർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ അബോളിഷൻ ഓഫ് സതി, വിഡോ റീമാരേജ് ആക്ട്, വിമൻസ് എഡ്യൂക്കേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ട്രഡീഷണൽ ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള ഒരു ഇന്റർഫിയറൻസ് ആയിട്ടാണ് ഇവിടെയുള്ള ആളുകൾ കണ്ടത്. പിന്നെ ടെമ്പിൾസിന്റെ മുകളിലും അതുപോലെ തന്നെ മോസ്കിന്റെ മുകളിലൊക്കെ എന്ത് ചെയ്തു, ടാക്സ് ഈടാക്കി. ഇതൊക്കെ അവർ സോഷ്യോ റിലീജിയസ് കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അമിതമായിട്ട് ഇവിടെ ഇടപെട്ടത് ഒരു കാരണമായിട്ട് മാറുന്നുണ്ട്. പിന്നെ ഔട്ട്സൈഡ് ഈവന്റ്സിന്റെ ചില ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നുണ്ട്. ക്രിമിയൻ വാർ, പഞ്ചാബ് വാർ, ഫസ്റ്റ് അഫ്ഗാൻ വാർ, ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാർ പരിധിവരെ പരാജയപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെ പരാജയപ്പെട്ടപ്പോൾ അപ്പൊ ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു തോന്നൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെയുള്ള ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കലാപം നടത്താൻ കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ സിപ്പോയിസിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഡിസ്കണ്ടന്റ്, ഓക്കെ, അഥവാ നമ്മളുടെ ഇന്ത്യൻ പട്ടാളക്കാർ ഒരുപാട് ബ്രിട്ടീഷ് പട്ടാളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഇന്ത്യൻ ആളുകൾ. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്, റെസ്ട്രിക്ഷൻ ഓൺ വിയറിംഗ് ദ കാസ്റ്റ് സ്പെസിഫിക് ക്ലോത്ത്സ്, ഇപ്പൊ ടർബൻ പോലത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ, നമ്മുടെ റിലീജിയസ് ആയിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, വെച്ചിക്കാരൊക്കെ ധരിക്കുന്ന, അതൊക്കെ സൈന്യത്തിൽ ധരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യണം, രാജ്യം വിട്ട് പുറത്തോട്ട് എന്ത് ചെയ്യണം, ഓവർസീസ് ട്രാവൽ ചെയ്യണം. മുമ്പ് ഹിന്ദു റിലീജിയനിൽ അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നു, ഒരു സമുദ്രം വിട്ട് കടന്ന് പോകാൻ പാടില്ല, അപ്പൊ ഒരു ജാതി ഇതൊക്കെ പുറത്താവും. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ സൈന്യത്തിലുള്ള ഇന്ത്യൻസിനും യൂറോപ്യൻസും രണ്ട് വിധത്തിലായിരുന്നു പേയ്മെന്റ് ഉണ്ടായിരുന്നത്, അൺഈക്വൽ പേ. അതുപോലെ തന്നെ പുതിയ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എൻഫീൽഡ് റൈഫിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ബീഫിന്റെയും കോട്ടിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, ബീഫിന്റെ, ഓക്കെ, പന്നിയുടെയും ബീഫിന്റെ ഒക്കെ, അത് മുസ്ലിംസിനും ഹിന്ദുസിനും ഇതുവരെ വികാരം പുറപ്പെടുന്ന കാരണമാകുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പട്ടാളക്കാർക്കിടയിലും കൂടി ഇത്തരത്തിലുള്ള ഡിസ്കണ്ടന്റ് ഉണ്ടായതോടുകൂടി ഒരു കലാപമായിട്ട് ഇത് പൊട്ടിപ്പുറപ്പെടുകയാണ്. ജനങ്ങൾക്കെതിരെ ഉണ്ടാവുമ്പോൾ അടിച്ചമർത്താൻ സുഖമാണ്. അതേസമയത്ത് അടിച്ചമർത്തുന്ന ആരാ, പട്ടാളക്കാരാണ്. ഈ പട്ടാളക്കാർക്കിടയിൽ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലോ പിന്നെ അവർക്ക് പിടിച്ചിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് റിവോൾട്ടിലേക്ക് എന്ത് ചെയ്യുന്നത്, എത്തുന്നത്. എക്കണോമിക് കോസ്റ്റ് ഉണ്ട്, പൊളിറ്റിക്കൽ കോസ്റ്റ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഉണ്ട്, സോഷ്യോ റിലീജിയസ് കോസ്റ്റ് ഉണ്ട്, ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസ് ഉണ്ട്, സിപ്പോയിസിനിടയിൽ. അപ്പൊ ഇങ്ങനെ പല ഡയമെൻഷനിലാവുമ്പോൾ ഓരോ 2 പോയിന്റ് മതി. ഇത് 1, 2, 3, 4, 5, 6 മെയിൻ പോയിന്റ് ഉണ്ട്. അതിലൊക്കെ ഓരോ പോയിന്റ് എഴുതിയാൽ തന്നെ 6 പോയിന്റ് ആയി. 2 പോയിന്റ് എഴുതിയാൽ 12 പോയിന്റ് ആയി. അപ്പൊ പഠിക്കാൻ ഈസിയാണ്. അങ്ങനെ പഠിക്കുക വെക്കണം കേട്ടോ. പല ഡയമെൻഷൻ ചിന്തിച്ചുകൊണ്ട് പഠിക്കണം. ആൻസർ അങ്ങനെ എഴുതണം. നമ്മുടെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഇൻഡിവിജ്വൽ മെന്ററിംഗ് പ്രോഗ്രാം ഉണ്ട്. ഇൻഡിവിജ്വൽ മെന്ററിംഗ് പ്രോഗ്രാമിൽ ഡയറക്റ്റ് ആൻസർ റൈറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഫസ്റ്റ് വീക്ക് മുതൽ എന്ത് ചെയ്യുന്നത്, ആൻസർ റൈറ്റിംഗ് തരുന്നുണ്ട്.
അപ്പൊ ഫസ്റ്റ് NCERT ബേസ്ഡ് ആൻസർ റൈറ്റിംഗ് ഉണ്ടാവും. NCERT കംപ്ലീറ്റ് വായിക്കും. സോറി, 6 മുതൽ +2 വരെയുള്ള കംപ്ലീറ്റ് NCERT അതിൽ വായിക്കും. അതിന്റെ കൂടെ തന്നെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ഞാൻ അതിൽ പ്രത്യേകം നിങ്ങളെ പരിശീലിപ്പിച്ചെടുക്കുന്ന ഒരു കാര്യമാണ്. പല ഡയമെൻഷനിൽ ചിന്തിക്കുക, അനലിറ്റിക്കലായിട്ട് ചിന്തിക്കുക, അങ്ങനെ ആൻസർ ചെയ്യുക. അപ്പൊ ആൻസർ ഒന്നുകൂടി അത് വാലിഡേഷൻ നടക്കും, മാർക്ക് കൂടും. ഓക്കെ, ആ രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം. പിന്നെ മെന്ററിങ്ങിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ പഠനവും കാര്യങ്ങളൊക്കെ മോണിറ്ററിങ് ചെയ്യും. നിങ്ങളെ പഠിക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യുക. ഉള്ള നമ്പറുമായിട്ട് 8590840250 എന്നുള്ള ഈ നമ്പറിൽ ബന്ധപ്പെടാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. അപ്പൊ അതാണ് മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ. ഇനി എങ്ങനെ റിവോൾട്ട് സംഭവിച്ചു, മെയിൻ ഈവന്റ്സ് എന്തൊക്കെയായിരുന്നു? റിബല്യൻ ഉണ്ടാവുന്ന മീററ്റ് റെജിമെന്റ് ഇടയിൽ ഉണ്ടാവുന്നത്, അത് മീററ്റ് മ്യൂട്ടറി എന്ന് പറയും. ഏത് വർഷം നോക്കി വെക്കണേ, May 9, 1857. May 9 റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. 9. ഓക്കെ, 9. പിന്നെ മീററ്റിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ബിഗിനിങ് ആയിട്ട് പറയുന്നത്. ആ ഡേറ്റ് PSCയിലൊക്കെ ആവശ്യമാണ്, UPSCയിൽ അങ്ങനെ ഡേറ്റ് ആവശ്യമില്ല. May 857 അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാർ ഇന്ത്യൻ സിപ്പോയിസ് എന്ത് ചെയ്ത് അന്ന് മീററ്റിൽ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് ഒഫീഷ്യൽസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൊന്നിട്ട് ജയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവര് തകർത്തിട്ട് എന്ത് ചെയ്യണം, അവിടെയുള്ള ആളുകളെ പുറത്തിറക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നത്, ഓൺ May 10 എന്ത് ചെയ്യുന്നത്, അവര് നേരെ ഡൽഹിയിലോട്ട് മാർച്ച് ചെയ്ത്. അപ്പൊ മീററ്റിന്ന് അവിടെയുള്ള പട്ടാളക്കാരൊക്കെ അവർ കൊന്ന് ഈ ബ്രിട്ടീഷുകാരെ, എന്നിട്ട് ജയിലൊക്കെ പുറത്തിറക്കി, ജയിലിന്റെ തടവുകാരൊക്കെ പുറത്തിറക്കി നേരെ ഡൽഹിയിലോട്ട് പോകാം. ഡൽഹിയിൽ എന്തിനാ പോകണം അറിയോ, ഡൽഹിയിലാണ് നമ്മളെ അന്നത്തെ മുഗൾ എംപറർ ഉള്ളത്. അദ്ദേഹം ഒരു അധികാരമൊന്നും ഇല്ലാതെ അങ്ങനെ കുത്തിരിക്കാണ്. വയസ്സനുമാണ്, അപ്പൊ വയസ്സായിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തെ ഇനി എന്ത് ചെയ്യാണ്, ഇതിന്റെ മൊത്തം ചുമതല ഏൽപ്പിച്ച് ഒരു ഓൾ ഇന്ത്യ ക്യാരക്ടർ വരുന്നത് അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെ ഡൽഹി അവർ ക്യാപ്ചർ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഡൽഹി മ്യൂട്ടനീസ് എന്ത് ജോയിൻ ചെയ്ത്, ഡൽഹി സിപ്പോയിസും കൂടി അതിലേക്ക് ജോയിൻ ചെയ്ത് അവർ ക്യാച്ച് ചെയ്യുന്നുണ്ട്. 11th Mayയോട് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ബഹദൂർ ഷാ സഫറിന് എന്ത് ചെയ്യുന്നുണ്ട്, എംപറർ ഓഫ് ഹിന്ദുസ്ഥാനായിട്ട് പ്രഖ്യാപിക്കും. അപ്പൊ മുസ്ലിം ഹിന്ദു യൂണിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. കാരണം ഈ മറ്റുള്ളവരൊക്കെ ഹിന്ദു റിലീജിയനിൽ പെട്ടവരൊക്കെയാണ് ഒരുപാട് സിപ്പോയിസ് ഉള്ളത്. പക്ഷെ അവർ പോയിട്ടും ഒരു മുസ്ലിം ആളാണ് എന്ത് ലീഡറായിട്ട് പ്രഖ്യാപിക്കുന്നത്, അന്നത്തെ മുഗൾ രാജാവിനെ. അപ്പൊ ആ ഹിന്ദു മുസ്ലിം യൂണിറ്റി ബ്രിട്ടീഷുകാർ ഇതിന് ശേഷം തകർക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും കേട്ടോ, ഈ റിവോൾട്ടിന് ശേഷം. ബഹദൂർ ഷാ തുടക്കത്തിലൊന്നും അങ്ങനെ അധികം താല്പര്യപ്പെട്ടിരുന്നില്ല, പിന്നെ നിർബന്ധിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റി. പിന്നെ കഴിവുള്ള ആളായിരുന്നില്ല കേട്ടോ, അത്ര ഏബിൾ ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ അതും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, വേണമെങ്കിൽ നമ്മുടെ തകർച്ച കാരണമായി എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷ് പിന്നീട് ഫോൾ ഓഫ് ഡൽഹി ഉണ്ടാകുന്ന ബ്രിട്ടീഷ് ഫൈനലി അറ്റാക്ക് ചെയ്യുന്ന ഡൽഹിയിൽ കുറച്ച് ദിവസം വാർ നടത്തി ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാർ ഡൽഹി പിടിച്ചെടുക്കുന്നുണ്ട്. അത് അറിഞ്ഞിരിക്കുക. ഒരുപാട് ആളുകൾ അവിടെയുള്ള സാധാരണക്കാരൊക്കെ കൊല്ലുന്നുണ്ട് ബ്രിട്ടീഷുകാർ കേട്ടോ, കാരണം ഇതിനെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പിന്നെ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ഓൾഡ് കിങ് ബഹദൂർ സഫറിനെ എന്ത് ചെയ്യുന്നുണ്ട്, റങ്കൂണിലോട്ട് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, 1862 അദ്ദേഹത്തെ മകനെ അവിടുന്ന് കൊല്ലുന്നുണ്ട്. അതോടുകൂടി മുഗൾ എന്നുള്ള അത് തന്നെ എന്ത് ചെയ്തു, അവര് ആ തലമുറ തന്നെ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ ഇല്ലാതാക്കി. അതാണ് അതിൽ അറിയേണ്ട ഡൽഹി. അപ്പൊ നമുക്ക് നോക്കേണ്ട പ്രധാനപ്പെട്ട സെന്റേഴ്സ് ഓഫ് റിവോൾട്ട് ഏതൊക്കെയായിരുന്നു, അവിടെ ആരാണ് ലീഡ് ചെയ്തത്, ഇതാണ് അതിൽ അറിഞ്ഞത്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിവോൾട്ട് ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ ഇത് എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് മാത്രമല്ല, മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ റിവോൾട്ട് പല സ്ഥലങ്ങളിലായിട്ട് ഉണ്ടാവുന്നുണ്ട്. അത് ഓരോ സ്ഥലങ്ങൾ ആരാ ലീഡ് ചെയ്തെന്ന് അറിഞ്ഞിരിക്കണേ. ലക്നൌവിലാണ് മെയിൻ സെന്റർ എന്ന് പറയുന്നത്. അവധിന്റെ ക്യാപിറ്റൽ ആണ്. ഈ അവധില് പൊട്ടിപ്പുറപ്പെടാൻ ഒരു കാരണമുണ്ട്. അവധിനെ ഇവർ എന്ത് ചെയ്തിട്ട് 856 അവധിനെ പിടിച്ചെടുക്കുന്നുണ്ട് ഡൽഹൌസി മിസ്റൂളും പറഞ്ഞിട്ട്. അപ്പൊ മ്യൂട്ടനീസ് ഒക്കെ ഒരുപാട് സിപ്പോയിസ് ഉള്ള അവധെന്നായിരുന്നു. അതിന്റെ ലീഡർഷിപ്പ് നോക്കിയേക്കണേ ബീഗം ഹസ്രത്ത് മഹൽ. ഓക്കെ, ലക്നൌവിൽ ആരാണ്, ബീഗം ഹസ്രത്ത് മഹലാണ് അതിന്റെ ലീഡ് ചെയ്യുന്നത് അറിഞ്ഞിരിക്കുക. മുമ്പത്തെ ഒരു എക്സ് കിങ് ആയിരുന്നു. പിന്നെ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന്റെ തോൽപ്പിച്ച് പിന്നെ അവിടുന്ന് രക്ഷപ്പെട്ടതൊക്കെ പോകുന്നു, നേപ്പാളിലോട്ട് പോകുന്നുണ്ട്, വേറെ വിഷയം. ഒരു പരിചയം എല്ലായിടത്തും തോൽക്കാണ്. ലക്നൗ, അപ്പൊ ലക്നൌവില് ബീഗം ഹസ്രത്ത് മഹൽ. ബീഗം ഒരു ലക്കി ആണെന്ന് ആലോചിച്ചാൽ മതി. ബീഗം ലക്കിയാണ്, ബീഗം ഹസ്രത്ത് മഹൽ. പിന്നെ കാൺപൂരിൽ നാനാ സാഹിബ്. ആരാണ്, നാനാ സാഹിബാണ് ലീഡ് ചെയ്തത്. പെഷ്വാ ബാജിറാവുവിന്റെ അഡോപ്റ്റഡ് സൺ ആയിരുന്നു. അദ്ദേഹത്തിന് അഡോപ്റ്റഡ് സണ്ണിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ദത്താവകാശ നിരോധന നിയമം ഓക്കെ പ്രകാരം എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു. രാജ്യം നഷ്ടപ്പെട്ടപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെതിരെ പ്രതികരിച്ച ആളാണ് നാനാ സാഹിബ് കേട്ടോ, അറിഞ്ഞിരിക്കാം. പിന്നെ അവരും ഇതും തിരിച്ചു പിടിക്കുന്നുണ്ട്, വേറെ വിഷയം. അദ്ദേഹത്തെ അവിടെ സഹായിക്കാണ്ടായിരുന്ന ഒരാളാണ് താന്തിയ തോപ്പിയാണ് അദ്ദേഹത്തെ സഹായിക്കാണ്ടായിരുന്ന ഒരു കമാൻഡർ. പിന്നെ ഝാൻസിയിൽ
ഝാൻസി റാണി എന്നറിയപ്പെടുന്ന ആരാ? റാണി ലക്ഷ്മിബായി. റാണി ലക്ഷ്മിബായി ആണ് ലീഡ് ചെയ്യുന്നത്. ബ്രിട്ടീഷ് എന്ത് ചെയ്യുന്നുണ്ട്? അഡോപ്റ്റഡ് സണ്ണിന് എന്ത് ചെയ്യുന്നില്ല, അധികാരം കൊടുക്കാതിരുന്നപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെതിരെ അവര് പ്രതികരിക്കുന്നത്. ഓക്കെ, പിന്നീട് രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെ താന്തിയ തോപ്പിന്റെ കൂടെ കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവര്, ഗോളിയോറിലൊക്കെ അദ്ദേഹം അവര് ഒരു ശ്രമം നടത്തുന്നുണ്ട്, അറിഞ്ഞിരിക്കാം. ബീഹാറിൽ കുൻവർ സിംഗ് ആണ്, ഏകദേശം 80 വയസ്സുള്ള ആളാണ് കുൻവർ സിംഗ്. അപ്പൊ നോക്കി വെക്കണേ, ഓരോ സെന്റേഴ്സ് ആരൊക്കെ നോക്കി വെക്കുക. ഡൽഹിയിൽ ബഹദൂർ ഷാ സഫർ തന്നെയാണ്. അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ ജനറൽ ഭക്ത് ഖാൻ ഉണ്ട്. അത് ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് അവിടെ ഉണ്ടായിരുന്ന ആളാരാ? ജോൺ നിക്കോൾസൺ ആണ്. ലക്നൌവിൽ നോക്കുകയാണെങ്കിൽ ബീഗം ഹസ്രത് മഹൽ, ബീഗം ലക്കിയ എന്ന് ആലോചിച്ചാൽ മതി. അവിടെ ബിർജിസ് ഖാദിരാണ് അദ്ദേഹത്തെ സഹായിക്കാണ്ടായിരുന്നത്, അഹമ്മദുള്ളയും ബിർജിസ് ഖാദിരൊക്കെ. ഹെൻറി ലോറൻസ് ആണ് അവിടെ ബ്രിട്ടീഷുകാരുടെ ഭാഗത്തുനിന്ന് ലീഡ് ചെയ്ത് അടിച്ചമർത്തിയത്. കാൺപൂർ ഉള്ളത് നാനാ സാഹിബ് ആണ്. നാനാ സാഹിബിനെ കാണാൻ വേണ്ടി കാൺപൂർക്ക് പോയി എന്ന് ആലോചിച്ചാൽ മതി. കാൺപൂർ. പിന്നെ റാവു സാഹിബ്, താന്തിയ തോപ്പ്, അസീമുള്ള ഖാനൊക്കെ ഉണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ. പിന്നെ സർ കോളിൻ ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷുകാരുടെ ഭാഗത്തുണ്ടായിരുന്നത്. ഝാൻസിയിലും ഗോളിയോറിലും റാണി ലക്ഷ്മിബായും താന്തിയ തോപ്പും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്. പിന്നെ ജനറൽ ഫോക്രോസ്. പിന്നെ ഫൈസാബാദ് നോക്കിയേക്കണേ, മൗലവി അഹമ്മദുള്ളാണ്. ഫറൂഖാബാദിൽ തസ്ഫുൽ ഹസൻ ഖാൻ ആണ്. ബാരക്പൂരിൽ മംഗൾ പാണ്ഡെയാണ്. ബറേലിയിൽ ഖാൻ അബ്ദുൽ ബഹാദൂർ ഖാൻ ആണ്. അതുപോലെ തന്നെ അലഹബാദ് ബനാറസിലൊക്കെ മൗലവി ലിയാഖത്ത് അലിയാണ്. ബാഗ്പത്തില് ഷാമഹൽ ആണ്. രാജസ്ഥാനിൽ എന്താണ്, ജയ്ദാൽ സിംഗ്, ഹൈദരാൽ സിംഗ് ഒക്കെയാണ്, എന്റെ സിംഗ് ആണ്. പിന്നെ ആസാമില് നോക്കി വെക്ക, പിന്നെ കണ്ടപരേശ്വർ സിംഗ് ഉണ്ട്. പിന്നെ ഒറീസയിൽ നോക്കുകയാണെങ്കിൽ സുരേന്ദ്ര ഷാഹി ഉണ്ട്, ഉജ്ജൽ ഷാഹി ഒക്കെ ഉണ്ട്. ബീഹാറിൽ നോക്കുകയാണെങ്കിൽ കുൻവർ സിംഗ്, അമർ സിംഗ് ഒക്കെ ഉണ്ട്. കുള്ളൂലാണെങ്കിൽ രാജ പ്രതാപ് സിംഗ്. ഇത് പല പ്രാവശ്യം UPSC ചോദിച്ചിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളിലും ലീഡ് ചെയ്യുന്ന ആൾ ആരാണെന്നുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഒന്ന് നോക്കി വെക്കണേ, നന്നായിരിക്കും. ഓക്കെ, അങ്ങനെ ബ്രിട്ടീഷുകാര് ഇപ്പൊ ഓരോ സ്ഥലങ്ങളും ലീഡ് ചെയ്ത് ബ്രിട്ടീഷുകാർ. ഡൽഹിയിൽ ആരാ നോക്കി വെക്കുക, നിക്കോൾസൺ. ഓക്കെ, ഡൽഹിയിൽ ഇങ്ങനെ നിൽക്കുക, ഇനി ആലോചിച്ചാൽ മതി. ഡൽഹിയിൽ നിൽക്കുക നിക്കോൾസൺ. ആര്? ബഹദൂർ ഷയും നല്ല ഭക്തിയോട് കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഡൽഹിയിൽ ലീഡ് ചെയ്ത് ബഹദൂർ ഷയും ജനറൽ ഭക്ത് ഖാനാണ്. നിൽക്കുക എന്ന് പറയുമ്പോൾ നിക്കോൾസൺ ആലോചിക്കുക. ഓക്കെ, അങ്ങനെ ആലോചിച്ചാൽ മതി. ലോറൻസ്. ലക്നൌല് ലോറൻസ് ആണ് ബ്രിട്ടീഷ് ഒഫീഷ്യൽസ്. കാരണം ഇന്ത്യയിൽ നിന്ന് വരുന്ന ലീഡർ ആരാന്ന് ഒരു പരിധി വരെ ചോദിച്ച് UPSC കഴിഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യമായിട്ട്. അപ്പൊ ഇനി ചിലപ്പോൾ അടുത്ത ബ്രിട്ടീഷ് ഒഫീഷ്യൽസിനായിരിക്കും ചോദിക്കുക. അങ്ങനെ ചോദ്യം കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നോക്കി വെക്കണേ. ലക്നൌല് ബീഗത്തെ കിട്ടിയ എന്താണ്, ഒരു ലക്കിയാണെന്ന് ആലോചിച്ചാൽ മതി. ബീഗത്തെ കിട്ടിയ ലക്കിയാണ് ആർക്ക്? ലോറൻസിന്. അപ്പൊ അവിടെ ലോറൻസ് ആണ്, ഹെൻറി ലോറൻസ്, ലോറ. കാൺപൂരിൽ നാനാ സാഹിബ് കേട്ടോ. പിന്നെ നാനാ സാഹിബ് നമ്മൾ എന്ത് ചെയ്ത്, കോൾ ചെയ്ത് ഒരു ക്യാമ്പലില് അടിക്കാൻ വേണ്ടി കോൾ ചെയ്ത് നാനാ സാഹിബിനെ. അത് ആലോചിച്ചാൽ മതി, കോളിൻ ക്യാമ്പൽ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക, ഒരു ചെറിയ കോഡൊക്കെ വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ നന്നായിരിക്കും. പിന്നെ ബറേലിയിലും ഈ കോളിൻ തന്നെ കേട്ടോ. നമ്മൾ എത്ര കോൾ ചെയ്തിട്ടും അയാൾ വന്നില്ല. ബരിയ എന്നറിയില്ലേ, വന്നില്ല എന്നുള്ളതിന് ബരേല, മലബാറിലൊക്കെ പറയുന്നതാണ് ബരേലി, ഖാൻ ബഹദൂർ ഖാൻ. ഇനി ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സപ്രസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ റിവോൾട്ടില് സപ്രസ് ചെയ്തതിൽ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആരൊക്കെയാണ്? ലോർഡ് കാനിങ്ങിന്റെ സമയത്താട്ടത് റിവോൾട്ട് ഉണ്ടാവുന്നത്. അത് അവസാനിക്കുന്നത് ഏകദേശം 14ഓളം മാസം എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടായിരുന്ന കലാപമാണ്. ഒരു വർഷത്തിലധികം പല സ്ഥലങ്ങളിലും ഇന്ത്യൻസ് പിടിച്ചെടുക്കുന്നുണ്ട്. പിന്നീട് തിരിച്ചു പിടിച്ചു ബ്രിട്ടീഷുകാർ. ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് അസോസിയേറ്റ് ചെയ്ത ആളാരാ? ജനറൽ ജോൺ നിക്കോൾസൺ ആണ്. ഡൽഹിയിൽ നിൽക്കുക എന്ന് ആലോചിച്ചില്ലേ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മേജർ ഹഡ്സൺ ഉണ്ട്. അത് ബഹാദൂർ ഷാന്റെ മകനെ കൊന്നത് ഹഡ്സൺ ആണ്, ഡൽഹി. പിന്നെ സർ ഹ്യൂഗ് വീലർ ഉണ്ട്, നാനാ സാഹിബിനെതിരെ നടത്തിയ അദ്ദേഹമാണ്. ജനറൽ നെയിൽ ഉണ്ട്, പിന്നെ ബനാറസ് അലഹബാദ് ഒക്കെ റീക്യാപ്ചർ ചെയ്യുന്ന അദ്ദേഹമാണ്. സർ കോളിൻ ക്യാമ്പലിലുണ്ട്, ക്യാമ്പലില് ഈ കാൺപൂർ ഒക്കെ റിക്കവർ ചെയ്യുന്ന അദ്ദേഹമാണ് കേട്ടോ. ബറേലി റീക്യാപ്ചർ ചെയ്യുന്ന അദ്ദേഹമാണ്. പിന്നെ ഹെൻറി ലോറൻസ് ഉണ്ട്, അവധില് ലക്നൗ കേട്ടോ പിടിച്ചെടുക്കുന്നൊക്കെ. ലക്നൗ നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ അതുപോലെ തന്നെ മേജർ ജനറൽ ഹാവ്ലോക്ക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, റിബൽസിനെ ഡിഫീറ്റ് ചെയ്യുന്നത്. പിന്നെ വില്യം ടൈലർ ആൻഡ് ഐ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റിവോൾട്ട്
സപ്രസ് ചെയ്യുന്നുണ്ട്. ഹ്യൂജ് റോസ് ഉണ്ട്, ജാൻസിയൊക്കെ എന്ത് ചെയ്യുന്നത് റിവോൾട്ട് സപ്രസ് ചെയ്യുന്നത്, ജാൻസിയിൽ സപ്രസ് ചെയ്യുന്നത് ഇവരാണ്. പിന്നെ അതുപോലെ തന്നെ കേണൽ ഓൺസെൽ ഉണ്ട്, അതുപോലെ തന്നെ ബനാറസ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും എന്ത് ചെയ്യുന്നത് ലീഡ് ചെയ്ത ആളുകൾ ആരൊക്കെ നോക്കി വെച്ചാൽ എന്ത് ചെയ്യും നന്നായിരിക്കും കേട്ടോ. ഏത് ബ്രിട്ടീഷുകാരുടെ ഭാഗത്ത്, ഇന്ത്യക്കാരുടെ ഭാഗത്ത് എന്തായാലും നമ്മൾ നോക്കുന്നതാണ്, എല്ലാ പ്രാവശ്യം നോക്കാൻ പറയുന്നതാണ്, ഞങ്ങൾ നോക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇംഗ്ലീഷുകാരുടെ ഭാഗത്ത് നിന്ന് ആരാണ് ലീഡ് ചെയ്തെന്നുള്ളത് എന്ത് ചെയ്യണം അത് മനസ്സിലാക്കി വെച്ചാൽ നന്നായിരിക്കും. കാരണം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട് ആ രീതിയിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, അത് അറിഞ്ഞിരിക്കണം. ചില കോഡ് രൂപത്തിലൊക്കെ നോക്കാൻ പറ്റിയാൽ അങ്ങനെ നന്നാവും കേട്ടോ. ഇനി എന്തുകൊണ്ട് നമ്മളിപ്പോ റിവോൾട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു വർഷത്തോളം നമ്മൾ എന്ത് ചെയ്തു, പല ഡൽഹിയും പല സ്ഥലങ്ങളും നമ്മൾ പിടിച്ചെടുത്തു, ഇന്ത്യൻ സിപ്പോയിസും ഇന്ത്യൻ ആളുകളും അടങ്ങിയിട്ട്. പക്ഷെ ബ്രിട്ടീഷുകാരെ തിരിച്ചു പിടിച്ചു. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ റിവോൾട്ട് ഫെയിലായി. അപ്പൊ എന്തുകൊണ്ട് റിവോൾട്ട് ഫെയിലായി, അതിന്റെ കോസസ് ആണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. കോസ് ഓഫ് ദി ഫെയിലിയർ. ഒന്നാമത്തെ ലിമിറ്റഡ് അപ്രൈസിങ് ആയിരുന്നു. ലിമിറ്റഡ് എന്ന് പറയുന്നത് ഇപ്പം മുമ്പുള്ള ചെറിയ ചെറിയ അപ്രൈസിങ്ങിനെക്കാളും വലുതായിരുന്നെങ്കിൽ കൂടിയും ഇന്ത്യന്റെ മൊത്തം ഈ അപ്രൈസിംഗിൽ പങ്കെടുക്കുന്നില്ല. ഓക്കെ, ലാർജ് പാർട്ട് ഓഫ് ദി കൺട്രി റിമെയിൻ അൺഅഫക്റ്റഡ് ബൈ ഇറ്റ്. പ്രത്യേകം അറിഞ്ഞിരിക്കുക, പല സ്ഥലങ്ങളും എന്ത് ചെയ്യുന്നില്ല, റിവോൾട്ടിൽ എന്ത് ചെയ്യുന്നില്ല, പങ്കെടുക്കുന്നേ ഇല്ല, വിട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത്. അതൊരു പ്രശ്നമാണ്. പിന്നെ അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലൊന്നും അത്ര വരുന്നില്ല കേട്ടോ. പിന്നെ മെയിൻലി പ്രധാനമായിട്ട് ദോബ് റീജിയൻ ആണ്, സിന്ധ്, രജപുത്താന, കാശ്മീർ, പഞ്ചാബുള്ള പല പാർട്സും എന്ത് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സദേൺ പ്രൊവിൻസ് ഒന്നും ഇതിൽ പങ്കെടുക്കുന്നേ ഇല്ല, സൗത്ത് ഇന്ത്യ ഒന്നും പലപ്പോഴും. പിന്നെ ഒരു ഓൾ ഇന്ത്യ ക്യാരക്ടർ, ഒരു ഓൾ ഇന്ത്യ സ്ട്രഗിൾ ഇതിൽ എത്തുന്നില്ല, ആ ക്യാരക്ടർ ഒന്നും ഇതിൽ ഉണ്ടാവുന്നില്ല. അതൊക്കെ എന്റെ പ്രത്യേക, ഞാൻ ഇതൊക്കെ എടുത്ത് പറയാൻ കാരണം ചില സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. പിന്നെ പലപ്പോഴും പലരും ബ്രിട്ടീഷിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമതായിട്ട് നോ എഫക്റ്റീവ് ലീഡേഴ്സ്. നമുക്കിപ്പോ നല്ല ലീഡേഴ്സ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നാനാ സാഹിബ് ആയാലും താന്തിയ തോപ്പി ആയാലും ലക്ഷ്മിബായി ആയാലും ബ്രേവ് ലീഡേഴ്സ് ആണ്. ഭയങ്കര ഇത് കൊടുക്കാൻ വെച്ച് ഒരു വ്യക്തമായിട്ടുള്ള സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ലീഡർഷിപ്പ് കൊടുക്കാൻ ഇവരെ കൊണ്ടൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ലിമിറ്റഡ് റിസോഴ്സ്. ബ്രിട്ടീഷുകാരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ കയ്യിലാണ് ട്രേഡും കാര്യങ്ങളും ലാഭവും ഒക്കെ, നമ്മൾ ഇന്ത്യൻ ഇൻഡസ്ട്രീസും എല്ലാം തകർന്നിട്ടുണ്ട്. അപ്പൊ അവരെ കയ്യിൽ അത്യാവശ്യം കൂടുതൽ സമ്പത്തുണ്ട്, അത് അവർ ഉപയോഗിച്ചു നല്ല രീതിയിൽ. അത് ഇന്ത്യക്ക് ഇല്ലായിരുന്നു, റിസോഴ്സ് വളരെ കുറവായിരുന്നു. പിന്നെ എന്ന് പറയുന്നത് നോ പാർട്ടിസിപ്പേഷൻ ഓഫ് ദി മിഡിൽ ക്ലാസ്. ഏറ്റവും ഇതിന്റെ ഫെയിലിയർ ആയിട്ടുള്ള ഒരു കാരണമാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്തില്ല. ഇന്ത്യയിൽ ബ്രിട്ടീഷ് വിദ്യാഭ്യാസം കിട്ടിയ, ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കിട്ടിയ ആളുകൾ എന്ത് ചെയ്യുന്നില്ല, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം അവർ പറയുന്നത് ഈ രാജാക്കന്മാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, യുദ്ധം ചെയ്ത് അവർ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഇന്ത്യ ഉണ്ടല്ലോ, ആ ഇന്ത്യയിലോട്ടാണ് ഇന്ത്യ വീണ്ടും കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നില്ല, ഇവരിതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ റിവോൾട്ട് ഫെയിൽ ആവാനുണ്ടായ കാരണങ്ങൾ, പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇനി ഫെയിൽ ആയി എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഒരു ഗുണമില്ല എന്ന് പറയാൻ പറ്റില്ല. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അതാണ് നമ്മൾ അടുത്തത് നോക്കാനുള്ളത്, റിസൾട്ട് ഓഫ് ദി റിവോൾട്ട്. ഈ റിവോൾട്ടിനെ കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ബ്രിട്ടീഷുകാർ കേട്ടോ. കമ്പനി ഭരണം, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം തന്നെ ഇവിടെ അവസാനിച്ചു. ഇനി ഡയറക്റ്റ് കിങ് എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ ക്യൂന് ഭരണം ഏറ്റെടുക്കാണ് ബ്രിട്ടന്റെ. അതിൽ ഒന്നാമത്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1958. അതിനാണ് ഗുഡ് ഗവേണൻസ് ആക്ട് എന്ന് പറയുന്നത്. അത് പ്രകാരം എന്ത് ചെയ്തു, കമ്പനിന്റെ റൂൾ ഇവിടെ എൻഡ് ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്തു, ബ്രിട്ടീഷ് ക്രൗണിലോട്ട് നേരിട്ട് ഭരണം എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തു. ഇനി ബ്രിട്ടീഷ് രാജാവ് അല്ലെങ്കിൽ രാജ്ഞിയാണ് നേരിട്ട് എന്ത് ചെയ്ത് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പൊ അതിന്റെ ഗുണങ്ങൾ ഉണ്ടാവും. രണ്ടാമതായിട്ട് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ എന്നുള്ള പോസ്റ്റ് ഒഴിവാക്കിയിട്ട് എന്താക്കി മാറ്റി, വൈസ്രോയി എന്നാക്കി. രാജാവിന്റെ റെപ്രസെന്റേറ്റീവ് എന്നുള്ള രീതിയിൽ, മൊണാർക്കിന്റെ റെപ്രസെന്റേറ്റീവ് എന്നുള്ള രീതിയിൽ വൈസ്രോയി ആണ്. അങ്ങനെ ഫസ്റ്റത്തെ വൈസ്രോയി ആണ് ലോർഡ് കാനിങ്. അവസാനത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയും ലോർഡ് കാനിങ് ആണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് പുതിയൊരു ഓഫീസ് കൊണ്ടുവന്ന്, സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്നുള്ള പുതിയൊരു ഓഫീസ് കൊണ്ടുവന്ന്. അതിൽ അവിടെയുള്ള ആളായിരിക്കും ബ്രിട്ടീഷ് പാർലമെന്റിലെ മെമ്പർ ആയിരിക്കും, ക്യാബിനറ്റ് മെമ്പർ ആയിരിക്കും. അപ്പൊ ബ്രിട്ടീഷ് ക്യാബിനറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കൺട്രോൾ കിട്ടി. ഓക്കെ, അത് അറിഞ്ഞിരിക്കുക. പിന്നെ നാലാമത്തെന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിന്റെ ഭരണം ഇന്ത്യയിൽ അവസാനിച്ചു. ഓക്കെ, ഇനി ഡയറക്റ്റ് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ക്രൗണിന്റെ നേരിട്ട് ഡയറക്റ്റ് കീഴിലാക്കി. അങ്ങനെ ലോർഡ് കാനിങ് ആണ് ഫസ്റ്റത്തെ വൈസ്രോയി എന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ക്യൂൻ വിക്ടോറിയാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ നടത്തുക. പിന്നെ അതുപോലെ തന്നെ ഗവർണർ ജനറൽ ഓഫീസ് മാറ്റിയിട്ട് വൈസ്രോയി എന്നാക്കി. പിന്നെ ഡോക്ടർ ഓഫ് ലാപ്സ് ഉണ്ടല്ലോ, ദത്തവകാശ നിരോധന നിയമം. ഒരു ദത്തുപുത്രൻ ഇല്ലെങ്കിൽ, സ്വന്തം പുത്രൻ അല്ലെങ്കിൽ ദത്തുപുത്രൻ ഒരിക്കലും അധികാരം കിട്ടില്ല എന്ന് പറഞ്ഞില്ലേ, ആ സംഘം എന്ത് ചെയ്തു, അബോളിഷ് ചെയ്തു, അറിഞ്ഞിരിക്കാം. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, അഡോപ്റ്റ് സണ്ണിന് എന്ത് ചെയ്യാം. ഇപ്പൊ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇനിയും ഇന്ത്യക്കാരെ ചൊടിപ്പിച്ചാൽ
ഇന്ത്യന്റെ എല്ലാ ആളുകളെയും നമ്മൾ ഇന്ത്യക്കാരെ എതിരാക്കി കഴിഞ്ഞാൽ ഇവിടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. അതുകൊണ്ട് കുറച്ച് രാജാക്കന്മാരുടെ പിന്തുണയൊക്കെ വേണം എന്നുള്ള ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ് മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡോക്ടർ ഓഫ് ലാബ്സ് പോലത്തെ കാര്യങ്ങൾ ഇവർ നിരോധിക്കുന്നത്, ഒഴിവാക്കുന്നത്, അബോളിഷ് ചെയ്യുന്നത്. കാരണം ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അല്ല കേട്ടോ. കാരണം ഇവരൊന്നും ഈ രാജാക്കന്മാരൊക്കെ മിഡിൽ ക്ലാസ് അതൊന്ന് വിട്ടു നിൽക്കാനും കാരണം ശരിയാണ് ഒരു പരിധി വരെ. കാരണം ആ രാജാക്കന്മാരൊക്കെ പോരാടിയെന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയല്ല, അവർക്ക് അവരുടെ രാജ്യം തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ്. രാജ്യം തിരിച്ചു കിട്ടിയ അവർ ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് രാജ്യമാക്കുവോ? ഇല്ല, ഒരിക്കലും ഇല്ല. അവരെന്ത് ചെയ്യും? മുമ്പുണ്ടായിരുന്ന പോലെ ഒരു ഓട്ടോക്രാറ്റിക് രാജഭരണത്തിലോട്ട് പോകാനാണ് അവരുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർക്ക് തോന്നി ഇനി എന്ത് ചെയ്യണം, രാജാക്കന്മാരുടെ സപ്പോർട്ട് ഇവിടെ ഉണ്ടായാലേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർക്ക് അനുകൂലമായിട്ട് പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഈ റിവോൾട്ടിന് ശേഷം ചെയ്യുന്നുണ്ട്. സാധാരണക്കാരനെ അടിച്ചമർത്തുന്നുണ്ട്, അത് വേറെ വിഷയം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളതിന്റെ സിഗ്നിഫിക്കൻസ് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, അപ്പം സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ ഒന്നെന്ന് പറയുന്നത് പിന്നെ ഇതിന്റെ ഇപ്പം ഇങ്ങനെ പരാജയമൊക്കെ ആയിരുന്നെങ്കിൽ കൂടിയും അത് നിങ്ങൾ പൂർണ്ണമായിട്ട് അതിനെ തള്ളിക്കളയരുത്. ഒന്നെന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് മുമ്പുള്ള റിവോൾട്ടിനെക്കാളും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇത് എന്ന് പറയുന്നത് ജനങ്ങളുടെ മൊത്തത്തിലുള്ള ഗ്രീവൻസ് ആണ് ഇതിന് ഇവിടെ കാണിക്കുന്നത്, വയലന്റ്ലി ആണെങ്കിൽ കൂടിയും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു കുറഞ്ഞ സമയത്തോട്ടാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലാവുന്നുണ്ട്, ബ്രിട്ടീഷ് മെയ്ഡ് ദ റിയലൈസ് ദാറ്റ് ദ ഓൾ വാസ് നോട്ട് അണ്ടർ കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. അല്ലെ, കംപ്ലീറ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെ കൺട്രോൾ കിട്ടില്ല, കാരണം എപ്പോഴും ഇതേപോലെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവാന്നുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഒരു മോഡേൺ നാഷണലിസം എന്നുള്ളൊരു ഐഡിയ ഒന്നും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, അത്ര ഉണ്ടായിരുന്നില്ല. ഓക്കെ, കാരണം നാഷണലിസം ഒന്നും ഇല്ല, ഒരു ഇന്ത്യ രാജ്യമാക്കി മാറ്റി അങ്ങനെയുള്ള ഉദ്ദേശം അവർ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിന്റെ എന്ന് പറയുന്നത് ഒരു കോമൺ എനിമി എന്നുള്ളതാണ് ഇതിന്റെ ഒരു പിന്നെ ഒരു യൂണിറ്റി ഘടകമായിട്ട് നമുക്ക് കാണാൻ പറ്റാം. രാജ്യത്ത് മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആൾക്കെതിരെ ഒരു കോമൺ എനിമിയാണല്ലോ, എല്ലാവരും ശത്രു ബ്രിട്ടീഷ് അല്ലേ, ആ ഒരു യൂണിറ്റി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം യൂണിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നത്. ഹിന്ദു മുസ്ലിം യൂണിറ്റി നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പം പിന്നെ എക്സാമ്പിളും പറയാൻ പറ്റുന്നതാണ് ഇത് നമ്മുടെ ബഹദൂർ സഫറിനെ അവര് രാജാവാക്കി പ്രഖ്യാപിക്കുന്നൊക്കെ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഒരു നല്ലൊരു ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാണാവുന്നതാണ്. ഓക്കെ, ഇനി ബ്രിട്ടീഷുകാര് ഈ റിവോൾട്ടിന് ശേഷം അവർക്ക് മനസ്സിലാക്കുന്നുണ്ട് ഇനി ഇതുപോലെ ഭരിച്ചാലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് തന്നെ എന്ത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു തീരുമാനിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇനിയുള്ള കാര്യങ്ങൾ അവർ നടത്താൻ പോകുന്നത്. അതാണ് നമുക്ക് ഇതിന് ശേഷം നമുക്ക് ചേഞ്ചസ് മെയ്ഡ് ഇൻ ദ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ആഫ്റ്റർ റിവോൾട്ട് എന്നുള്ളതാണ് നോക്കാനുള്ളത്. നമുക്ക് ഓരോ മേഖലയിലുണ്ടായ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ ഒന്നാമതായിട്ട് അഡ്മിനിസ്ട്രേഷനിൽ വന്ന ചേഞ്ചസ് ആണ്. അഡ്മിനിസ്ട്രേഷനിൽ എന്ത് ചേഞ്ചാ വന്നത്, ഒരു ആക്ട് ഓഫ് പാർലമെന്റ് ഓഫ് 1858 അതിനെ ഗുഡ് ഗവേണൻസ് ആക്ട് എന്നറിയപ്പെടുന്നത്. അതെന്ന് പറയുന്നത് ഇന്ത്യ ഭരിക്കാനുള്ള അധികാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ആർക്ക് പോയി, ബ്രിട്ടീഷ് ക്രൗണിലോട്ട് പോയി. അപ്പൊ ഇനി ഒരു കമ്പനി ഇന്ത്യ ഭരിക്കണ്ട, ഇതുവരെ ഒരു കമ്പനി ഇന്ത്യ ഭരിച്ചുകൊണ്ടുവന്നത്. ഇപ്പൊ നമ്മൾ പോയിട്ട് റിലയൻസ് പോയിട്ട് വേറെ ഏതൊരു രാജ്യം ഭരിക്കുന്ന ആലോചിച്ചു, അതുപോലെ ഒരു കമ്പനിയാ ഭരിക്കുന്നത്, അത് ഇനി വേണ്ട, നേരിട്ട് ഇന്ത്യ അല്ലെങ്കിൽ ആ രാജ്യം ബ്രിട്ടൻ നമ്മളെ ഭരിക്കാൻ തുടങ്ങി. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് മുമ്പ് ഉണ്ടായിരുന്ന ഡയറക്ടേഴ്സ് ഓഫ് കമ്പനി, ബോർഡ് ഓഫ് കൺട്രോൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്നുള്ളത് പറയുന്നുണ്ട് അതിനെ നോക്കാൻ വേണ്ടി. പിന്നെ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ കാര്യത്തിലാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, മുമ്പ് പ്രൊവിൻസിന് അധികാരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മുമ്പ് കൺവീനിയൻസിന് വേണ്ടി പ്രൊവിൻസ് ആക്കി ഡിവൈഡ് ചെയ്തിരുന്നല്ലോ. 3 പ്രൊവിൻസ് പ്രധാനം ഉണ്ടായിരുന്നത്, ബംഗാൾ, ബോംബെ, മദ്രാസ്. അതാണ് പ്രസിഡൻസീസ് എന്ന് അറിയപ്പെട്ടത്. അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഭരിക്കുന്നത് ഒരു ഗവർണർ ആയിരിക്കും. ഓക്കെ, ഗവർണറും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാണ്ട് എക്സിക്യൂട്ടീവ് കൗൺസിലും ഉണ്ട്. പിന്നെ മറ്റുള്ള പ്രൊവിൻസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ലെഫ്റ്റനന്റ് ഗവർണറും ചീഫ് കമ്മീഷണറൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോയിന്റ് ചെയ്യുന്നുണ്ട് ഗവർണർ ജനറൽ. അപ്പൊ അവരായിരിക്കും ഭരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഭരണ സൗകര്യത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു, പല പ്രസിഡൻസി ആയിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നത് പറയാൻ പറ്റും. അപ്പൊ അവിടെ അധികാരം വരും. അധികാരത്തിന്റെ ഡീസെൻട്രലൈസേഷൻ ആണ് അവിടെ പറയുന്നത് കേട്ടോ. പിന്നെ ലോക്കൽ ബോഡി വരുന്നുണ്ട്. ലോക്കൽ ബോഡി എന്ന് പറയുന്നത് എന്തുണ്ട്, പിന്നെ വീണ്ടും ഡീസെൻട്രലൈസ് ചെയ്യുന്നുണ്ട്. ലോക്കൽ ഗവൺമെന്റ് ആയിട്ടൊക്കെ മുനിസിപ്പാലിറ്റീസ്, ഡിസ്ട്രിക്ട് ബോർഡ് ഇങ്ങനെയൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ചില എഡ്യൂക്കേഷന്, ഹെൽത്ത്, സാനിറ്റേഷന്, വാട്ടർ സപ്ലൈ ഇങ്ങനത്തെ ചില ഐറ്റംസുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഭരിക്കാനുള്ള അധികാരം അവർക്ക് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഭരണം ഒന്നുകൂടി ഉഷാറാക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശമാണ് അതൊക്കെ. പിന്നെ ആർമിയിൽ വന്ന ചേഞ്ചസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്കെ, കാരണം ആർമി ആണല്ലോ ഈ കലാപത്തിന് മുന്നിൽ നിന്ന ടീം. ഈ ആർമി കലാപം കൊണ്ടുവരുന്നില്ലെങ്കിൽ ഇത്ര കലാപത്തിലേക്ക് എത്തൂലായിരുന്നു. അപ്പൊ ആർമി കെയർഫുള്ളി റീ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് 58-ന് ശേഷം. ഫസ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്,
എല്ലാ ഡൊമിനേഷൻ ഓഫ് ദി ആർമി എന്ന യൂറോപ്യൻ ബ്രാഞ്ചിന്റെ ഡൊമിനേഷൻ കൊടുക്കുന്നുണ്ട് അല്ലെ. എല്ലാത്തിലും യൂറോപ്യനില് ആർമി ഇപ്പൊ ഇന്ത്യയിലുള്ളവരൊന്നും യൂറോപ്പിലുള്ളവരുണ്ടല്ലോ. യൂറോപ്യൻസിന് കൂടുതൽ അധികാരം ഓരോന്നിനും കൊടുക്കുന്നുണ്ട്. അവരെ കൺട്രോളാക്കി മാറ്റുന്നുണ്ട്. ഒരു ഇന്ത്യൻസിന് എണ്ണം കുറച്ചിട്ട് എല്ലാത്തിലും യൂറോപ്യൻ എണ്ണം ചെയ്യുന്നുണ്ട്, കൂട്ടുന്നുണ്ട്. സെക്കൻഡ്ലി, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രശ്നം. അതായത് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയാണ് അവരെടുക്കുന്നത്. ആർമിയിലും എടുത്താൽ തന്നെ മതം, അതുപോലെ തന്നെ ദേശം, റിലീജിയൻ, കാസ്റ്റ്, റീജിയൻ, ഇതിനൊക്കെ പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, ക്രീഡ്, കളർ, ഇതിനൊക്കെ പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, പലതാക്കി ആർമിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആർമിക്കിടയിൽ ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ ഇനി എന്ത് ചെയ്യാൻ പാടില്ല, അനുവദിക്കാൻ പാടില്ല എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവര് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റിവോൾട്ടിന് ശേഷം അവര് ആർമിയിൽ വരുത്തുന്ന ചേഞ്ചസ് ആണത്. ഓക്കെ, അങ്ങനെ ഇനി റിവോൾട്ട് എന്ത് ചെയ്യരുത്, ആർമിന്റെ ഭാഗത്ത് ഉണ്ടാവരുന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ റിവോൾട്ടിനെ കുറിച്ച് പല ആളുകളും പല വ്യൂസ് പറയാറുണ്ട്. ഇത് നമ്മുടെ വി ഡി സവർക്കർ ആണ് എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് വിളിച്ചത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ താരാചന്ദ് ആണ് എന്ത് ചെയ്യുന്നത് വാർ ഓഫ് നാഷൻസ് ഇൻഡിപെൻഡൻസ് എന്ന് വിളിച്ചത്. ആർ സി മജുംദാർ ആണ് എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് അല്ല, അല്ലെങ്കിൽ നാഷണൽ, അതുപോലെ അദ്ദേഹം പറയുന്നത് എന്താണ്, neither the first nor the national nor a war of independence, അങ്ങനൊന്നല്ല, ജസ്റ്റ് ഒരു സിപ്പോയി എന്നുള്ള രീതിയിൽ. പിന്നെ സുരേന്ദ്രനാഥ് സെന്നാണ് എന്ത് ചെയ്യുന്നത് ഫൈറ്റ് ഫോർ ദ റിലീജിയൻ എൻഡഡ് ആസ് എ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആയിട്ട് എൻഡ് ചെയ്തതാണ് അദ്ദേഹം പറയുന്നത്. ഓരോരുത്തരുടെ വ്യൂ ജസ്റ്റ് നോക്കിയൊക്കെ എന്ന് വെച്ചാൽ ചിലപ്പോൾ അങ്ങനെ ചോദിക്കും, ഇത് ആരാണ് ഇത് പറഞ്ഞെന്നുള്ള രൂപത്തിൽ ചോദിച്ചാൽ മനസ്സിലാക്കാൻ അത് നല്ലതാണ്. അതാണ് ആ ചാപ്റ്ററിൽ അറിയേണ്ടത്. ഓക്കെ, 1815 റിവോൾട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ ഉറപ്പാണ്. പ്രിലിംസിന് നന്നായിട്ട് നോക്കിക്കോ, റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കാണുക, വായിക്കും ചെയ്യാം. ഈ മെറ്റീരിയലും വായിക്കണം, അതിന്റെ കൂടെ സ്പെക്ട്രത്തിലുള്ള റിവോൾട്ടിനെ കുറിച്ച് പറയുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, വായിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സ്പെക്ട്രത്തിന്റെ PDF ഒക്കെ ഞാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ഷെയർ ചെയ്യാം. ഈ PDF ഞാൻ ടെലിഗ്രാമിൽ ഒന്നും ഷെയർ ചെയ്യുന്നുണ്ട്, കിട്ടാത്ത ആളുകൾക്ക് വേണ്ടി കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യണം, സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ് നോക്കണം. ഇനിയാണ് റിഫോംസ് വരുന്നത്. നമ്മളിപ്പോ രാജാ റാം റോയും ഈശ്വരേന്ദ്ര വിദ്യാസാഗറും ഇവരൊക്കെ വരാൻ പോകുന്ന ചാപ്റ്ററാണ്. അതിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പ്രിലിംസിന് ചോദിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് മെന്ററിംഗ്, ഇൻഡിവിജ്വൽ മെന്ററിംഗ് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. അതുവരേക്കും